പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറ്റൻഡർ ഗ്രേഡ് 2, മെസഞ്ചർ, നൈറ്റ് വാച്ച്മാൻ തുടങ്ങിയ തസ്തികയിലേക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സംവാദ് കൗമുദി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, DK കാർവേ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മറാത്തി. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ആൻസർ ഓപ്ഷൻ എ ആണ്, ഒരു തവണ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, NV കൃഷ്ണവാര്യർ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, റഷ്യ. താഴെ പറയുന്നതിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബാലഗംഗാധര തിലക്. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പുന്നപ്ര വയലാർ സമരം. താഴെ പറയുന്നതിൽ ഏതാണ് 1806 നടന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, വെല്ലൂർ കലാപം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, G ശങ്കരക്കുറുപ്പ്. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കുമാരനാശാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, KM മുൻഷി. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അനുച്ഛേദം 338B. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അനുച്ഛേദം 21A. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം? ആൻസർ ഓപ്ഷൻ എ ആണ്, യുണൈറ്റഡ് കിങ്ഡം. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, വാർത്താവിനിമയം. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. 1969 മുതൽ 74 വരെ ഉള്ള കാലഘട്ടത്തിൽ നടപ്പിലാക്കി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. ഇത് 3മാണ് 4ാം പഞ്ചവത്സര പദ്ധതിയുമായി ശരിയായവ. താഴെ പറയുന്നത് നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് എന്നതാണ് തെറ്റായിട്ടുള്ളത്. എന്നാൽ ശരിയായിട്ടുള്ളത്, നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി ആണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെ കുറിച്ചാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗാന്ധിജിയുടെ മരണം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മൈസൂർ. എന്നാൽ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം? ആൻസർ ഓപ്ഷൻ സി ആണ്, വിഴിഞ്ഞം. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 3ഉം 5ഉം. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഇത് രണ്ടും ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങളാണ്. എന്നാൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായ സംസ്ഥാനങ്ങളാണ് ത്രിപുര, ഉത്തരാഖണ്ഡ്, സിക്കിം. തന്നിട്ടുള്ളതിൽ ത്രിപുര, ഉത്തരാഖണ്ഡ്, സിക്കിം.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരയിലാണ് എന്നതാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിരയാണ്. ഈ പർവ്വത നിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഈ പർവ്വത നിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരു ശിഖർ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. വടക്കൻ സിർക്കാസ് തീരം. എന്നാൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടുന്ന തീരസമതലങ്ങളാണ് മലബാർ തീരം, കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഉപദ്വീപീയ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ. ഇതാണ് ശരിയായിട്ടുള്ള ജോഡി. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമം ഏതാണെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. അപ്പോൾ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത് നിൽക്കുന്നത് രാജസ്ഥാൻ ആണ്, രണ്ടാമത് മധ്യപ്രദേശ് ആണ്, മൂന്നാമത് മഹാരാഷ്ട്രയാണ്, നാലാമത് ഉത്തർപ്രദേശ്. ആന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? ആൻസർ ഓപ്ഷൻ സി ആണ്. UN സെക്രട്ടറി ജനറൽ. പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, മധ്യപ്രദേശ് മോഹൻ യാദവ്, തെലുങ്കാന രേവന്ത് റെഡ്ഡി. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇറാൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ്. കണ്ണൂർ, കാസർഗോഡാണ് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 78. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. അഷ്ടമുടി കായൽ. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു എന്നതാണ് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. എന്നാൽ അതുമായി ബന്ധപ്പെടുന്നവയാണ്. ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഷോളയാർ, പാലക്കാട്. അതാണ് ചേരാത്തത്. എന്നാൽ കറക്റ്റ് ആയിട്ടുള്ളത് പള്ളിവാസൽ ഇടുക്കി, കുറ്റ്യാടി കോഴിക്കോട്, കല്ലട കൊല്ലം. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആറളം. ആറളം കണ്ണൂരാണ്. അപ്പോൾ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങളാണ് കുറിഞ്ഞിമല, ചിന്നാർ, പെരിയാർ. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 5. ബേപ്പൂർ കോഴിക്കോട്, മുനമ്പം എറണാകുളം, അഴീക്കൽ കൊല്ലം. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. ബേപ്പൂർ കോഴിക്കോടാണ്, മുനമ്പം എറണാകുളം, അഴീക്കൽ കൊല്ലം. ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. അത്ലറ്റിക്സ്. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തെരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. എന്നാൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല നടത്തുന്നത്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന.
ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വൈകുണ്ഠ സ്വാമികൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ. ആഹാരം നന്നായി ചവച്ചരച്ചു കഴിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ദഹനം സുഗമമാക്കാൻ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മാലിക് ആസിഡ്. ഇന്ത്യയുടെ സൗരദൗത്യത്തിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആദിത്യ L1. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വിരാട് കോഹ്ലി. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലു അർജുൻ. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന വേദി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പാരീസ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് അപര്യാപ്തത രോഗങ്ങൾ. താഴെ തന്നിരിക്കുന്നത് സങ്കരയിനം നെല്ലിനങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ ഡി ആണ് പവിത്ര, അന്നപൂർണ. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു എന്നതാണ് തെറ്റായിട്ടുള്ളത്. എന്നാൽ ശരിയായിട്ടുള്ളവയാണ്: ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു, മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു, വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ് 1 ശരി 3 ശരി. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. കാൽസ്യം, ഫോസ്ഫറസ് ആണ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശിയുടെയും നാഡിയുടെയും പ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള മൂലകം. താഴെ തന്നിരിക്കുന്നതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 2ഉം 3ഉമാണ്. മലമുഴക്കി വേഴാമ്പൽ, അതുപോലെ തന്നെ മലബാർ വെരുകാണ്. ഇവയാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ. മലമുഴക്കി വേഴാമ്പൽ, മലബാർ വെരുക്. 2023 നിപ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കോഴിക്കോട്. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ചെറുധാന്യങ്ങൾ. 2024 ഒട്ടക വർഷമായിട്ടാണ് ആചരിക്കുന്നത്. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് സിങ്ക്, ഗലീന എന്നതാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. അലുമിനിയം ബോക്സൈറ്റ് ആണ്, ഇരുമ്പ് ഹാമറ്റൈറ്റ് ആണ്, കോപ്പർ കുപ്രൈറ്റ് ആണ്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നതിൽ ഏതിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം. മാസിനെയും പ്രവേഗത്തെയും ആശ്രയിച്ചിരിക്കുന്നു ഗതികോർജം. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബവേർഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ക്വാണ്ടം ഡോട്ട്സ്. ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് 4 മാത്രമാണ് ശരിയല്ലാത്തത്. ശരിയായിട്ടുള്ളത് നോക്കാം. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. ഇത് 3ഉം ശരിയാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലന്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 3. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ഇത് 2ഉമാണ് ശരിയായിട്ടുള്ളത്. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ബാക്ടീരിയ. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ?
ആൻസർ ഓപ്ഷൻ ഡി ആണ് 2ഉം 4ഉം. മന്ത്, മലമ്പനി ഇത് രണ്ടുമാണ് കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ. മന്ത്, മലമ്പനി. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടുന്ന നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 3ഉം ശരിയാണ്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണിത്. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് രണ്ടുമാണ് നാരുകളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം. ആൻസർ ഓപ്ഷൻ ബി ആണ് സ്റ്റെതസ്കോപ്പ്. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ശരിയല്ലാത്തത്. ശരിയായിട്ടുള്ളത് നോക്കാം. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ്. ഡോക്ടർ എഡ്വേർഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലെയുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് കണ്ണ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡയേറിയ, ബാക്ടീരിയ. അതാണ് ശരിയായിട്ടുള്ള ജോഡി. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമ ഇല്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. എന്നാൽ ശരിയായിട്ടുള്ളതാണ്. വിറ്റാമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. വിറ്റാമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. ഇതിൽ തെറ്റായിട്ടുള്ളത് വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നു എന്നതാണ്. അത് തെറ്റാണ്. വിറ്റാമിൻ സി ജലത്തിൽ ലയിക്കുന്നവയാണ്. കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് ഹൃദയം. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് ആസാം. 2023 ഓഗസ്റ്റിൽ EG 5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആണ് കേരളം. അടുത്ത മാത്സ് ഭാഗത്തിലുള്ള ചോദ്യങ്ങളാണ്. 32ന്റെ സ്ക്വയർ 1024 ആയാൽ 0.001024ന്റെ വർഗമൂലം എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 0.032. 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 6. 3 + 6 + 9 + -180 എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 5400. 3 × 10 + 5 × 1 + 10 + 8 + 1003 എത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ് 35.803. എക്സിന്റെ 15% വൈയുടെ 40% തുല്യമായാൽ x/y കാണുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 8:3. ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത 90 km/മണിക്കൂർ എങ്കിൽ ആ തീവണ്ടി 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 22.5 കിലോമീറ്റർ. 1250 രൂപ 5% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1750 രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണം? ആൻസർ ഓപ്ഷൻ ഡി ആണ് 8 വർഷം. ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ 5 ദിവസത്തെ കൂലി 800, 760, 780, 750, 720 രൂപ എന്നിവയാണ്. 6 ദിവസത്തെ ശരാശരി കൂലി 775 രൂപ ആയാൽ 6ാം ദിവസത്തെ കൂലി എത്ര?
ആൻസർ ഓപ്ഷൻ ഡി ആണ് 840. ഒരു സംഖ്യയുടെ 40% 160 ആയാൽ ആ സംഖ്യയുടെ 30% എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 120. 90ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 5. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 5/8. 10 പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടാകും? ആൻസർ ഓപ്ഷൻ ബി ആണ് 45. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 121. BDE, EGH, HJK ഡാഷ് എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് KMN. ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ് 8:32. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും എങ്കിൽ വിജയന്റെ വയസ്സ് എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 9. 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3ഉം 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6ഉം 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8ഉം ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 246. സൺ എന്ന വാക്ക് RTTVMO എന്ന് കോഡ് ചെയ്താൽ പെൻ എന്ന വാക്ക് എങ്ങനെ കോഡ് ചെയ്യാം? ആൻസർ ഓപ്ഷൻ എ ആണ് OQDFMO. അടുത്ത് 1/5 പ്ലസ് 1/5 സ്ക്വയർ പ്ലസ് 1/5 ക്യൂബ് ഇസ് ഈക്വൽ ടു. ആൻസർ ഓപ്ഷൻ എ ആണ് 0.248. 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ, 2 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ് എന്നീ സംഖ്യകളുടെ ലസാഗു എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 216. അപ്പോൾ ഈ 100 ചോദ്യങ്ങളാണ് ഈ എക്സാമിനുണ്ടായിരുന്നത്. താങ്ക് യു.